പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചിത്രശലഭങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും കണ്ടില്ല. പക്ഷെ ഒരുപാട് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഒരു സാധനം പറഞ്ഞില്ല, നമുക്ക് ലൈറ്റിന് കിട്ടുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളം സിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിന്നിപ്പോൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാലല്ലോ, എറണാകുളത്തെ സുഭാഷ് പാർക്ക് കാണാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൽ നടന്ന് വൈപ്പിൻപുര ഒരു 7 കിലോമീറ്റർ 40 മിനിറ്റ് കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നടന്ന് തന്നെ പോയതായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ സുഭാഷ് പാർക്കിൻ്റെ എൻട്രൻസിലേക്കാണ് എത്തുന്നത്. അപ്പോൾ സമയവും അവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ നമുക്ക് പറയാം. ഇവിടെ പാർക്കിൽ കയറാനായിട്ട് യാതൊരു ഫീസൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല, അതുപോലെ വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരാൻ അങ്ങനൊന്നും പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എറണാകുളത്ത് ടൂർ വരുന്ന പിള്ളേരുടെ തിരക്കാണ് കണ്ടത്. അപ്പുറത്ത് 2 സൈഡിലും ഈ ഓരോ സ്കൂളുകളിൽ നിന്ന്, അകലെന്ന് തന്നെ സ്കൂളുകളിൽ നിന്നൊക്കെയുള്ള കുട്ടികളുടെ തിരക്ക് തന്നെയുണ്ട് ഇവിടെ. ഈ എറണാകുളം മെട്രോ സിറ്റിയിൽ ഇത്രയും നല്ല ഒരു ഏരിയ ആരും പ്രതീക്ഷിക്കില്ല കേട്ടോ. ഇതൊക്കെ അടിപൊളിയാണ് സംഭവം. നമുക്ക് ഈ പുഴയിലൊക്കെ കിടക്കണ ഇതില്ല, അതായത് കിഴക്കോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴയിലേക്ക് കിടക്കണ ഉരുളൻ കല്ലുകളുണ്ടല്ലോ, നമ്മളിപ്പോൾ അക്കൂറിയത്തിലൊക്കെ ഇടാനായിട്ട് വാങ്ങിക്കണ കല്ലുകൾ, അതുപോലുള്ള കല്ലുകളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കാണ്. ഈ മരങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പല പല മരങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് ഇതിൻ്റെ പേര് എനിക്കൊന്നും അറിയാൻ പാടില്ല. ഈ സുഭാഷ് പാർക്കിൻ്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വേമ്പനാട് കായലാണ്. ഈ വേമ്പനാട് കായലിൻ്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ കാണാം. കടലിൽ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു വൈകുന്നേര സമയങ്ങളിലാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇവിടെ ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ ഉച്ച ടൈമായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വെയിലൊന്നും നമുക്ക് അടിക്കില്ല, കാരണം കാട് പോലെ തന്നെ ഇരിക്കുന്നു ഇവിടെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചിത്രശലഭങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും കണ്ടില്ല. പക്ഷെ ഒരുപാട് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഒരു സാധനം പറഞ്ഞില്ല, നമുക്ക് ലൈറ്റിന് കിട്ടുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ഇതിപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൽ കൂടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വരുന്നത് ഈ കായലിൻ്റെ തീരത്ത് നമുക്ക് ഇരിക്കാനായിട്ടുള്ളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്താണ് വന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു ഫുട്പാത്ത് കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ വടക്ക് വശത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറൈൻ ഡ്രൈവിലേക്കുള്ള നടപ്പാത ഉണ്ട്. പക്ഷേ അതിലേക്ക് നമുക്ക് നേരിട്ട് കയറാൻ പറ്റില്ല. ഒരു വൈകുന്നേര സമയങ്ങളിലാണെങ്കിൽ ഇവിടെ കാണാൻ നല്ല രസമായിരിക്കും. ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ, ഈ ചെടികളുടെ ഇടയിലായിട്ട് ഈ സാധനമൊക്കെ ഇവിടുത്തെ ലൈറ്റുകളാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കുള്ളത് കാണാനായിട്ട്. ഇവിടെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടോയ്ലറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തെക്കേ അറ്റത്താണ് ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ തെക്കേ അറ്റത്തേക്ക് എത്തണമെങ്കിൽ ഒരു 700 മീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എറണാകുളം സുഭാഷ് പാർക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അവിടെ സെക്യൂരിറ്റിക്കാർ വന്ന് പറഞ്ഞത് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിടിക്കാനുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ റൈഡുകളും സംഭവങ്ങളൊക്കെയാണ് പിടിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതായത് ക്യാമറ കയറ്റാൻ പാടില്ലെന്ന്, അല്ലെങ്കിൽ ക്യാമറ കയറ്റുന്നതിന് ഇത്ര രൂപ അടയ്ക്കണമെന്നൊന്നും അവിടെ ഒരു ബോർഡൊന്നും ഞാൻ കണ്ടിരുന്നില്ല. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കില്ല, അല്ലെങ്കിൽ അധികം മുമ്പായിട്ട് നമ്മൾ ക്യാമറയുടെ ഫീസൊക്കെ അടച്ചിട്ട് നമ്മൾ കയറുള്ളായിരുന്നു. പക്ഷേ ഇതിന് മുമ്പ്, അതായത് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരുപാട് പേർ സുഭാഷ് പാർക്കിൻ്റെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും എന്നോട് ഇങ്ങനെ പെരുമാറിയപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞ്, എന്നാൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്, ഇനി വേറെ ഈ സുഭാഷ് പാർക്കിൻ്റെ വീഡിയോ വേറെ ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.